ഹലോ, നമുക്കിന്നുണ്ടല്ലോ ഒരു ട്യൂണ സാൻഡ്വിച്ച് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് 3 ടീസ്പൂൺ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുക. ഏത് ഓയിൽ വേണമെങ്കിലും ആഡ് ചെയ്യാട്ടോ. എന്നിട്ട് അതിലിട്ട് 1 ടേബിൾ സ്പൂൺ കണക്ക് ചോപ്ഡ് ഗാർലിക് ആഡ് ചെയ്ത് കൊടുക്കുക. വെളുത്തുള്ളി ആഡ് ചെയ്തതിനു ശേഷം ഞാൻ 150 ഗ്രാം ക്യാൻഡ് ടൂണയാട്ടോ ആഡ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ നാട്ടിൽ എനിക്ക് തോന്നുന്നു ട്യൂണ ക്യാൻ വാങ്ങിക്കാൻ കിട്ടും. അല്ല എങ്കിൽ കുഴപ്പമില്ല, നമ്മൾക്ക് എന്താ പറയുക, ട്യൂണ വാങ്ങിയിട്ട് അത് ഉപ്പിട്ട് വേവിച്ചെടുത്താൽ മതി, മുള്ളൊന്നും ഇല്ലാണ്ട്. ഇത് കണ്ടത് ഫുള്ളി കുക്ക്ഡ് ആയിട്ടുള്ള ട്യൂണ കേട്ടോ. ഞാൻ ഇതിന്റെ ഒരു ട്യൂണയ്ക്ക് ഒരു സ്മെല്ലില്ലേ, അത് മാറാൻ വേണ്ടിയിട്ട് മാത്രമായിട്ട് ഒന്ന് വഴറ്റിയെടുക്കുന്നത്. ഒരു 3 മിനിറ്റ് വഴറ്റിയെടുത്താൽ മതി. നമ്മൾ ഇതിലല്ല ഫില്ലിംഗ് ഉണ്ടാക്കാൻ പോകുന്നത്, നമ്മൾ വേറെ ബൗളിലാണ് ഫില്ലിംഗ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിന്റെ ഒരു സ്മെല്ല് മാറാൻ വേണ്ടി ഒന്ന് വഴറ്റിയെടുക്കുന്നതേ ഉള്ളൂ. നമുക്കിതൊരു വേറെ ബൗളിലോട്ട് മാറ്റാട്ടോ. എന്നിട്ട് അതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ പെപ്പർ ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഒരു 1 മീഡിയം സൈസ് ചോപ്ഡ് ഓണിയൻ ആഡ് ചെയ്ത് കൊടുക്കുക. ഇതിലോട്ട് ഒരു 2-3 ചില്ലി കട്ട് ചെയ്തിട്ട് അതും ആഡ് ചെയ്ത് കൊടുക്കുക. 2 ടേബിൾ സ്പൂൺ കൊറിയാണ്ടർ ലീവ്സും ആഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ ഇതിലോട്ട് 4 ടേബിൾ സ്പൂൺ മയോണൈസ് ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് ഉപ്പുണ്ടോ എന്ന് നോക്കുക. ഉപ്പില്ലെങ്കിൽ കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിനൊരു ചെറിയൊരു പുളിപ്പ് വരാൻ വേണ്ടിയിട്ട് ഒരു 1/2 ടീസ്പൂൺ വരെയൊക്കെ നമുക്ക് വിനെഗർ ആഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഫില്ലിംഗ് റെഡിയായി. നമുക്ക് ബ്രെഡ് എടുക്കാം കേട്ടോ. ബ്രെഡ് എടുത്തിട്ട് ഒരു ബ്രെഡ് സ്ലൈസ് എടുത്തിട്ട് അതിലിട്ട് ഫില്ലിംഗ് നിറച്ച് കൊടുക്കുക. ഒരുപാട് കട്ടിക്ക് നിറയ്ക്കണ്ട കേട്ടോ, ഒരു നേരിയതായിട്ടുള്ള തിക്നെസ് നിറച്ച് കൊടുത്താൽ മതി. അല്ലെങ്കിൽ അത് നമ്മൾ തിരിച്ച് മറിച്ചിടുമ്പോൾ അതിൽ നിന്നൊക്കെ വെളിയിലോട്ട് വരാൻ തുടങ്ങും. അങ്ങനെ ഒരു സാൻഡ്വിച്ച് റെഡിയായി. അങ്ങനെ 4 എണ്ണം ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ഇത് ശരിക്കും 5 എണ്ണം ഉണ്ടാക്കാം, ഞാൻ ഇപ്പം 4 എണ്ണം ഉണ്ടാക്കി കാണിക്കുന്നുള്ളൂ. അങ്ങനെ 4 സാൻഡ്വിച്ച് ഉണ്ടാക്കുക. എന്നിട്ടുണ്ടല്ലോ ഒരു സൈഡ് മാത്രം ബട്ടർ ഇപ്പം അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. നമുക്ക് എന്നിട്ട് ദോശ തവയിൽ വെച്ച് തിരിച്ചിടാൻ നേരത്ത് മാത്രം മറ്റേ സൈഡിലൂടെ ബട്ടർ തേച്ച് കൊടുത്താൽ മതി. അങ്ങനെ 4 എണ്ണത്തിൽ നമ്മൾ ബട്ടർ തേച്ച് കൊടുത്ത് ഒരു ദോശ തവ അടുപ്പത്ത് വെച്ച് ചൂടാക്കുക. എന്നിട്ട് ഈ സാൻഡ്വിച്ച് നിരത്തി വെക്കുക അതിൽ. എന്നിട്ടുണ്ടല്ലോ നമ്മൾ ഇപ്പോൾ ആ സൈഡ് ആവുന്ന സമയത്ത് നമുക്ക് ഈ മുകളിലത്തെ സൈഡിലൂടെ ബട്ടർ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോഴത്തേക്കും ആ താഴത്തെ സൈഡ് മുരിഞ്ഞിട്ടുണ്ടാവും. ഓക്കെ, നമുക്ക് എന്നിട്ട് ഇത് തിരിച്ചിടാം. അങ്ങനെ 2 സൈഡും മുരിച്ചെടുക്കുക. ടെൻറ്റഡ് നമ്മുടെ സാൻഡ്വിച്ച് റെഡി. നല്ല ടേസ്റ്റ് ആട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാണ് സാൻഡ്വിച്ച്. നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം കേട്ടോ എങ്ങനെയുണ്ടെന്ന്. ഞാൻ നോക്കൂ, നല്ല ടേസ്റ്റ് ആട്ടോ. എനിക്ക് നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ക്യാൻ കിട്ടുവാണെങ്കിൽ ഈസിയാണ് നമുക്ക് ഉണ്ടാക്കാൻ. ഇല്ല എങ്കിൽ നമ്മൾ ഇങ്ങനെ വേവിച്ചെടുക്കണം എന്നൊക്കെയുള്ള ബുദ്ധിമുട്ടാണ്. അല്ല എങ്കിൽ സൂപ്പറാണ്, പെട്ടെന്ന് നമുക്ക് കാര്യം കഴിയും. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.